യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര വാതിലുകളെ തകർത്ത് ഇരുമ്പോണാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഇത് യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് പറഞ്ഞ ദൈവത്തിന്റെ അരുളപ്പാടാണ്. കോരശിനെ കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്യിക്കാൻ തീരുമാനിച്ചു. അതെങ്ങനെയാണ് ദൈവം ചെയ്യുന്നതെന്ന് ദൈവം കോരശിനോട് സംസാരിക്കുക. ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു സന്ദേശമുണ്ട്. നാം പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാറുണ്ട്. ആ പ്രതിസന്ധികളെ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ഒത്തിരി ഭാരപ്പെടാതെ ദൈവത്തോട് നീ ചോദിച്ചാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള വഴി ദൈവം കാണിച്ചു തരും. ഇസ്രായേൽ മക്കൾ യെരിഹോ മതിലിന് മുമ്പിൽ എത്തിയപ്പോൾ അവരുടെ ലീഡർഷിപ്പ് ഇരിക്കുന്ന യോശുവ എന്ന ദൈവ മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥത നിൽക്കുക. ആ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വരികയാണ്. അപ്പൊ ചോദിക്കുകയാണ്, നീ ശത്രുപക്ഷമാണോ എന്റെ പക്ഷമാണോ? അവിടുത്തെ സംഭാഷണത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും, ഞാൻ സ്വർഗത്തിലെ സൈന്യത്തിന്റെ അധിപനാണ്. എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം, ഈ നിനക്ക് മുമ്പ് നിൽക്കുന്ന യെരിഹോവിനെ എങ്ങനെ നിനക്ക് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ദൂത് കൈമാറാനാണ്. യെരിഹോ മതിൽ എത്ര പ്രാവശ്യം ചുറ്റണം, അത് കഴിയുമ്പോൾ എങ്ങനെ ആർപ്പിടണം, ഇതെല്ലാം യോശുവയെ ദൈവം ദൂതനിലൂടെ ദൂത് കൈമാറി. അതുപോലെ ചെയ്തപ്പോൾ തന്റെ മുമ്പിൽ വന്ന ആ തടസ്സം നീങ്ങിപ്പോകാനിടയായി. ഇവിടെ കോരശിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പിൽ പോകാൻ പോവാം, ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര വാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. അതിനർത്ഥം നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ തടസ്സം, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന് തടസ്സങ്ങളെ മാറ്റി അത് ചെയ്യിക്കാൻ പോകും. എന്താണ് സന്ദേശം? ഇപ്പോൾ നിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ ജയിക്കാനുള്ള വഴി ദൈവം നിനക്ക് പറഞ്ഞു തരും. ദൈവം പറയുന്ന വഴിയിലൂടെ നീ പോയാൽ നീ വിജയിക്കും, ഉറപ്പ്. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന തടസ്സത്തെ ഓവർകം ചെയ്യാനുള്ള ദൈവത്തിന്റെ സന്ദേശം നിന്റെ മക്കൾക്ക് കൊടുക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിനക്ക് മുമ്പിൽ പോകും. ഗോഡ് ബ്ലസ് യു.